നിങ്ങളെ കുടുംബത്തില് ഇജ്ജും എൻ്റെ പൊണ്ണുമൊക്കെ മരിച്ചണം. നിങ്ങൾ രണ്ടാളും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം. നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിങ്ങാണ്ട് പോണം. അത് പിന്നെ ആളെ പേര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് വരുന്ന, അത് ചിലപ്പോൾ വ്ളോഗിംഗ് ആയിരിക്കാം, റിയാക്ഷൻ വീഡിയോസ് ആയിരിക്കാം, കുക്കിംഗ് ചാനൽ ആയിരിക്കാം, അങ്ങനെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകളെയും പുരുഷന്മാരെയും വളരെ മ്ലേച്ഛകരമായ രീതിയിൽ ചിത്രീകരിക്കുകയും വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുകയും അങ്ങനെ അവരെ വളരെ മോശപ്പെട്ട ആളുകളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ചില ഭ്രാന്തന്മാർ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ചില മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരെയും പറയുന്നില്ല, പക്ഷെ ചില ആളുകൾ അങ്ങനെയുണ്ട്. ഇവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ട് വളരൂല്ല, വളരാൻ ഉദ്ദേശിക്കുന്ന വളരുന്ന ആളുകൾ അങ്ങോട്ട് വളരാൻ സമ്മതിക്കൂല. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അസൂയ കാരണം എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത്, എന്തൊക്കെയോ കമന്റ് ചെയ്ത്, എന്തൊക്കെയോ റിയാക്ട് ചെയ്തുകൊണ്ട് അവരെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർക്ക് നേരിടേണ്ടി വരുന്ന ചില മോശമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചാണ്. അപ്പോൾ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വ്ളോഗറായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു വ്ളോഗറും കൂടിയാണ് കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്നത്. കുഞ്ഞാൻ പാണ്ടിക്കാടിനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് വിമർശിക്കാനുള്ള കാരണം തൻ്റെ ഭാര്യ ജെസ്സിയെ കൊണ്ട് സ്റ്റാമിന സേവർ പരസ്യമൊക്കെ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ അതല്ലെങ്കിൽ കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു തെറ്റല്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, വളരെ മോറൽ അല്ലെങ്കിൽ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്ന സദാചാര ബുദ്ധിയുള്ള മലയാളികളുടെ ഉള്ളിലൊന്നും ഇത് ദഹിക്കില്ല എന്നുള്ള കാര്യം ചിലപ്പോൾ കുഞ്ഞാൻ പാണ്ടിക്കാട് മറന്നു കാണും. അപ്പോൾ എന്താണെങ്കിലും അതിനുശേഷം, അതിന് മുന്നേ നന്നായിട്ട് തെറിയും അതുപോലെ തന്നെ നന്നായിട്ട് നെഗറ്റീവ് കോമൻസും കിട്ടുന്ന ഒരു ഫാമിലിയാണ് കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ. പക്ഷെ ഈ ഒരു സംഭവം കൂടെ ആയതിനു ശേഷം വളരെയധികം മോശമായിട്ടാണ് കുഞ്ഞാൻ പാണ്ടിക്കാടിനെയും അതുപോലെ തന്നെ അവരുടെ ഭാര്യ ജെസ്സിയെയും സോഷ്യൽ മീഡിയ നോക്കിക്കാണുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജെസ്സി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറേ പ്രശ്നങ്ങൾ, പൊട്ടാഷ്യം അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇംബാലൻസ് കാരണം ജെസ്സി ഹോസ്പിറ്റലിലായി തീരെ വയ്യാണ്ട് കിടക്കുന്നുണ്ട്. ആകെ അസ്വസ്ഥമായിട്ട് കിടക്കുന്ന സമയത്ത് അവർ ഹോസ്പിറ്റലിൽ നിന്നൊന്നും ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിനകത്ത് കുഞ്ഞാൻ പാണ്ടിക്കാട് പറയുന്നത് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചില കോമൻസിനെ കുറിച്ചും ചില റിയാക്ഷൻസിനെ കുറിച്ചൊക്കെയാണ്. അപ്പം എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഞാൻ കണ്ട കമന്റ് എന്ന് പറഞ്ഞാല്, നിങ്ങളെ കുടുംബത്തില് ഇജ്ജും എൻ്റെ പൊണ്ണുമൊക്കെ മരിച്ചണം. നിങ്ങൾ രണ്ടാളും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം. നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിങ്ങാണ്ട് പോണം. അത് പിന്നെ ആളെ പേര് മൂസിനെ, അങ്ങനെ എന്താ ഒരു മൂസിനെ, അതെന്തോ നമ്മളെ ഒരു ജാതി പേര് തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ശപിക്കണത് നമ്മളെ ആൾക്കാരാണ്. ഇത് കരയണ്ട, അത് കൊടുക്കും ഏറ്റവും കൂടുതൽ. കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് ഇന്നേ വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. അടുത്ത റബ്ബ് സത്യട്ടോ, അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അതേപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി സഹായിക്കുക എന്നല്ലാതെ വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളെ മാത്രം ഇത്ര ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ കാണും കരുതിങ്ങാണ്ട് വല്ലായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം കണ്ടപ്പോ ഭയങ്കര ഇത്. അതേപോലെ നിങ്ങൾ നശിക്കണം, നിങ്ങൾ ഇതാക്കണം. എന്ത് ഈ യൂട്യൂബ് ചെയ്യണേന് ഇങ്ങനൊക്കെ പിരാകാൻ മാത്രം എന്താ പറയുക. ഇപ്പൊ ഞങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ യൂട്യൂബ് ചെയ്യുന്നത്. നമ്മളെ മുസ്ലിം ഫാമിലിയിൽ തന്നെ എത്രങ്ങാനും ആൾക്കാർ ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയിൽ എത്രങ്ങാനും പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്. ദുബായിത്തെ എത്രങ്ങാനും പിന്നെ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാവരും ഫാമിലിയായിട്ട്. ഇപ്പോൾ നമ്മൾ വേണ്ടാത്തൊരു ഡ്രസ്സ് കാണിച്ചിട്ടില്ല, ഔറത്ത് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യലില്ല. ഇങ്ങനൊന്നും നമ്മൾ ചെയ്യലില്ല. ഞങ്ങൾ എവിടേക്കൊക്കെയാണ് പോണത് ആ വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ കൂടും. അതേപോലെ ഞങ്ങളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കമൻറ്റ് കുറച്ച് കൂടുതൽ കാരണം നമ്മളെ ആ മറ്റേ പ്രൊഡക്റ്റ് അത് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് പറഞ്ഞാൽ അതുകൊണ്ട് ഉപകാരമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, വേണ്ടെങ്കിൽ വാങ്ങണ്ട. അതിൻ്റെ പേരും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അത്രത്തോളം ഞങ്ങളെ ടോർച്ചർ ചെയ്ത്
ഞങ്ങൾ ഇതാക്കിയിട്ടും നമ്മൾ പ്രതികരിച്ചാലോ ഇതായിട്ടോ പോയിട്ടില്ല. നമ്മളറിയുന്ന ആൾക്കാർ തന്നെ ഈ കുറ്റം പറഞ്ഞിതാക്കുക. നമ്മളിപ്പം രാവിലെ നമ്മളേക്ക് ചെറിച്ച് കളിച്ച് നിൽക്കും, വൈകുന്നേരമായ മറ്റവനോട് നമ്മളിപ്പോൾ വന്ന് ചായയും കുടിച്ചുകൊണ്ട് ഇതാക്കിയാണ്ട് അപ്പുറത്തുനിന്ന് വൈകുന്നേരം ആയാലും നമ്മളില്ലാത്ത ടൈമിൽ കുറ്റം പറയുന്ന ടീമാണ്. സത്യത്തിൽ ഇപ്പോൾ യൂട്യൂബൊക്കെ ഓർത്തില്ലേ അല്ലേ? ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടോ, 3-4 മാസമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇല്ല. പിന്നെ നമ്മളെ പെരയിലൊരു വിശേഷം വന്നപ്പോൾ മാത്രം അങ്ങനെ വീഡിയോ ഇട്ട് ഇതായി അങ്ങനെ പോകുന്നതാണ്. പക്ഷേ എന്തിനാ ഇത്ര പിരാഗണം, ഇത്രത്തോളം നിങ്ങൾ നമ്മളെ വെറുക്കണത്, ഇത്രത്തോളം ഒന്നുമില്ലെങ്കിലും നമ്മളെ ഈ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എത്രങ്ങാനും ജനങ്ങൾക്ക് നമ്മൾ ഉപകാരം ചെയ്തിരിക്കണം. അപ്പം ഞാനൊക്കെ നിർത്തി. കാരണം എന്താ, ഉപകാരം ചെയ്തിട്ട് ഒരു കാര്യമില്ലാന്നില്ല മനസ്സിലായി. അപ്പം നമുക്ക് അങ്ങനത്തെ വീഡിയോസോ കാര്യം ഒരുപാട് ചാരിറ്റി വീഡിയോ, ഒരുപാട് രോഗികൾക്ക് ലക്ഷക്കണക്കിന് റുപ്യ, അതേപോലെ നമ്മളറിയുന്ന 2-3 ആൾക്കാർക്ക് പേര, ഇതൊക്കെ നമ്മളെ യൂട്യൂബിൽ നിന്ന് നമുക്ക് എന്താണ് യൂട്യൂബ് കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അല്ലേ നമുക്കൊക്കെ പറയാനൊരു ഇതായി. പക്ഷെ നമ്മളെ ഇത്ര ഇടങ്ങാറാക്കിയാണ്ട് ഇത്രത്തോളം ഞങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് ഞമ്മക്ക്. കാരണം എന്താ പറയുക, നിങ്ങൾ ഇടുന്ന ഓരോരോ ബാഡ് കമന്റും ഞങ്ങളെ മനസ്സിലത് ഇന്നൊരു കല്ലായിട്ട് ഒരു സങ്കടമായിട്ട് തന്നെ നിൽക്കുക. എന്തേ അല്ലേ? കുഞ്ഞാൻ പാണ്ടിക്കാട് ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള കോമന്റ്സ് ആണ്. മരിച്ചു പോയാൽ മതിയായിരുന്നു, ഈ ലോകത്ത് തന്നെ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു, അങ്ങനെ എന്തൊക്കെ മോശമായ രീതിയിലുള്ള കോമന്റ്സ് ആണ് നേരിടേണ്ടി വരിക. ചിലപ്പോൾ ഇപ്പം ഈ നെഗറ്റീവ് കോമന്റ്സ് ഇടുന്ന ആരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ചിലപ്പം ഒരു സാഡിസ്റ്റ് ആയിരിക്കും, അതായത് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളായിരിക്കും. പക്ഷെ അതിൽ എന്ത് സന്തോഷമുള്ളൂ, ആ നിമിഷ നേരത്തെ സന്തോഷം മാത്രം. അതവർ കണ്ടു എന്നറിയുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന ഒരു വേദന എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പം ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ആർക്കും നേരിടുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് പോലും സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല സമയത്തും പല രീതിയിലുള്ള നെഗറ്റീവ് കോമന്റ്സ് വരാറുണ്ട്. തട്ടമിട്ടുകൊണ്ടാണോ അതൊക്കെ സംസാരിക്കുന്നത്, നീ മുസ്ലിം അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് ഈ സൈബർ ആങ്ങളമാരും പെങ്ങളമാരും ആണോ നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്കും രീതിയിലുള്ള മോശമായിട്ടുള്ള, സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിനെയാണ് വളരെ മോശമായി മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിൽ ആളുകൾ കമന്റ് ചെയ്യാറുള്ളത്. അതും ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടോ വേദനിപ്പിച്ചിട്ടോ ഒന്നും ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മാത്രം കാണിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. പക്ഷെ എനിക്ക് പോലും ഇതുപോലെയുള്ള നെഗറ്റീവ് കോമന്റ്സ് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കുഞ്ഞാൻ പാണ്ടിക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു, നിങ്ങൾ മരിച്ചാൽ ഈ നാട് നന്നാവും, പാണ്ടിക്കാടിന്റെ അപമാനം, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ആളുകൾ കളിയാക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. ഒന്നും വേണ്ട. ആ സൈബർ അറ്റാക്ക് പാണ്ടിക്കാട് കുഞ്ഞാനും ഭാര്യയ്ക്ക് മാത്രമല്ല അവരുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് ഏൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. അവർക്ക് ഒരു ചെറിയ മോളുണ്ട് ഐറി, അതുപോലെ തന്നെ ഒരു മൂത്ത മകളുണ്ട്. ഈ മകളുടെ ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്, തീരെ ഭംഗിയില്ല കാണാൻ, അതുപോലെ എന്തൊക്കെയോ അങ്ങനെ മോശമായ രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടി തീരെ തടിയില്ല, അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ ഐറി മോളെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ കോമന്റ്സ് വരാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുഞ്ഞാൻ പാണ്ടിക്കാട് പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കാണാം. പക്ഷെ പടച്ചോൻ നമ്മൾ പൊരുത്തപ്പെട്ടെന്നാലും നിങ്ങൾ ഈ വേണ്ടാത്തവും എൻ്റെ ഉമ്മാനെ പറ്റിയാണെങ്കിലും എൻ്റെ ഉപ്പാനെ പറ്റിയാണെങ്കിലും എൻ്റെ കുടുംബങ്ങളെ പറ്റിയാണെങ്കിലും ഇവിടെ പറ്റിയാണെങ്കിലും എന്തിനാണ് എൻ്റെ ദിനു മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിരുന്നത്. ആ വീഡിയോയിലൊക്കെ എല്ലാവരും കമൻറ്റ് കണ്ട് സത്യം പറയട്ടോ ഞാൻ കരഞ്ഞു. ഞാൻ ആ കമൻറ്റ് ബോക്സ് എന്നിട്ട് ലാസ്റ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി. ചെറിയൊരു പൈതലല്ലത്. ഐറിൻ്റെ വീഡിയോയിലൊക്കെ എന്തൊക്കെയാണ് എഴുതുന്നത്, എന്താപ്പാ കുട്ടി, അതായത് എത്ര കുട്ടികൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ കുട്ടി ചിലപ്പോൾ ഡാൻസ് കളിച്ചു തട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുന്നുണ്ട്. ഏതായാലും പടച്ചോ നമുക്ക് നല്ലത് തട്ടെ. പക്ഷെ എന്താ പറയുക, ഒരാളെ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട്. ആ വിഷമം ഈ വിഷമമൊക്കെ ഞങ്ങൾ 4 കൊല്ലമായിട്ട് യൂട്യൂബിൽ നിന്ന് സഹിച്ചു തുടങ്ങിയതാണ്. പക്ഷെ തിരിച്ച് ഒരാളെ മനസ്സ് വേദനിപ്പിച്ചാൽ അതിന് തിരിച്ചല്ല തരും. പക്ഷെ എങ്ങനെ ഞങ്ങൾ പറയാൻ കേട്ടോ, നമ്മൾ ഇങ്ങനെയൊക്കെ പൊരുത്തപ്പെട്ടെന്നാലും പടച്ചവും പൊരുത്തപ്പെട്ടില്ല.
ഇപ്പൊ അടുത്ത് ഞങ്ങള് വയനാട് പോയപ്പോൾ ഒരു ഫാമിലി വണ്ടി തിരിച്ചു വന്നിക്കണം. തിരിച്ചുകൊണ്ട് ഞങ്ങൾ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് ഇവൻ പറഞ്ഞു ഇന്നോട് പടച്ച റബ്ബ് സത്യട്ടോ കുറച്ച് മുമ്പ് പിന്നെ പൊരുത്തപ്പെട്ടുതരാൻ പറഞ്ഞു. എന്തിനാ ഞാൻ പൊരുത്തപ്പെട്ടുതരാം? ഞാൻ ഒരുപാട് നന്നാക്കിയും ഇവരൊക്കെ പച്ചക്ക് തെറി പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉംറക്ക് പോവുകയാണ്, അപ്പോൾ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ? എന്നെ അറിയില്ല, ഇനി അറിയില്ല. എൻ്റെ ഇത് ഇട്ടു അത്ര മാത്രം. പക്ഷെ ഞമ്മക്കതിലൊന്നും വലിയ കഥയൊന്നുമില്ല. നിങ്ങൾ ഇടുന്ന ഇടാതെ അത് നിങ്ങളും പഠിച്ചവരായിട്ട് ഞാനെന്ത് പറഞ്ഞാൽ ഞാൻ കരുതേണ്ട ഒരു കാഴ്ചപ്പാടത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങളും പഠിച്ചവനായിട്ട് അല്ല ഞമ്മളായിട്ടില്ല. പക്ഷെ വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം നാളെ നിങ്ങൾക്കല്ലെങ്കിൽ വേറെ ഈ അവസ്ഥ വരും, വരാതിരിക്കട്ടെ. അതിനു വേണ്ടി പഠിച്ചവനോടൊക്കെ പ്രാർത്ഥിച്ച് അതാണ് വേണ്ടത്. നശിച്ചു പോകണം, പറ്റില്ലാതായി പോകണം. എന്തിനാണ് അങ്ങനത്തെ കമൻ്റൊക്കെ ഇടുന്നത്? ഒന്നുമില്ലെങ്കിലും ഈ പിന്നെ ഏറ്റവും കൂടുതൽ ഈ പെണ്ണുങ്ങളൊക്കെയാണ് കമൻ്റ് ഇടുന്നത്. പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ പല പല പേരുകളും വെച്ച് കണ്ടില്ല. ഇതിൽ മൂസിന പാത്തുമ്മ ഞാനാണോ പെണ്ണാണോന്ന് അറിയില്ല കേട്ടോ. അതിലൊക്കെ വരുന്ന കമൻ്റ് പറഞ്ഞാൽ അത്രയും ബോറായിട്ടുള്ള കമൻറ്റുകളാണ്. എന്തിൻ്റെ പേരിൽ ഞാനും പുറത്തു കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് പോകണുണ്ടാകും. പൊന്നു മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഒഴിവാക്കി. പടച്ചോനാണ് വലുത്, അതിമ കുറിച്ച് തോന്നി. അല്ലാതെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഇറക്കിയും കിട്ടാനില്ല. പിന്നെ ആ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ടാവും, ഞാൻ എഴുതിയാലോ ഓൻ ആ കമൻറ്റ് കണ്ടുപോലോ. അങ്ങനെ ഞാൻ എല്ലാ കമൻറ്റും കാണുന്ന ഒരാളാട്ടോ, എല്ലാ കമൻറ്റും കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയണ്ടല്ലേ? പക്ഷേ വിഷമിക്കണ്ട, എനിക്ക് ഞാൻ കുഞ്ഞൻ പാണ്ടിക്കാട് പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മനുഷ്യന്മാരുടെ പച്ചയിറച്ചി തിന്നുന്നൊക്കെ നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയും. ഈ പച്ചയിറച്ചി തിന്നു കഴിഞ്ഞാൽ അത് പടച്ചവനോട് മാപ്പ് ചോദിച്ചത് കൊണ്ട് അത് തീർന്നു എന്ന് വരില്ല. അത് അവരോട് നിങ്ങൾ എത്ര ആളുകളുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ, മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടോ, അവരോടൊക്കെ നിങ്ങൾ മാപ്പ് ചോദിച്ച് അവർ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നാൽ മാത്രമേ പടച്ചോ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരുള്ളൂ. അതല്ലാതെ ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് തരണേ, ഞാൻ ഉംറക്ക് പോവാണ്, ഹജ്ജിന് പോവാണ് റബ്ബേ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഒരിക്കലും പൊരുത്തപ്പെട്ട് തരില്ല. അത് പൊരുത്തപ്പെട്ട് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയി മാപ്പ് ചോദിച്ച് അവർ നിങ്ങൾക്ക് മാപ്പ് തന്നാൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ ഇത് കുഞ്ഞൻ പാണ്ടിക്കാട് പറയുന്നുണ്ട്, ഒരു ഫാമിലിനെ കണ്ട സമയത്ത് അവരെൻ്റെ അടുത്ത് ഓടി വന്ന് സംസാരിച്ചു. പിന്നീട് അതിലൊരാൾ വന്നിട്ട് പറഞ്ഞു പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്നുള്ളത്. അപ്പം ഇതിൽ ഒരു കോമഡി എന്താണെന്നറിയോ, സൈബർ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെ തോന്നിവാസം പറയും. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാലോ എന്തൊരു സന്തോഷം, സെൽഫി എടുക്കുക, അതുപോലെ തന്നെ ഒപ്പം നിൽക്കുക, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. പ്രഹസനം എന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക. ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോഴും അങ്ങോട്ട് മൈൻഡ് ചെയ്യാതിരിക്കുക. ഇത് സെലിബ്രിറ്റീസ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ പിന്നാലെ പോയിട്ട് അവരെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഓടിച്ചില്ല. വളരെ മോശമായ സ്വഭാവം എന്നൊക്കെ ഞാൻ ഇതിനെ പറയുള്ളൂ. സൈബർ അറ്റാക്ക് നേരിടുക എന്ന് പറയുമ്പോൾ കുഞ്ഞൻ പാണ്ടിക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീശ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി വ്ളോഗിങ് ആണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് മനസ്സിലാക്കിയാൽ മതി. ആരും ആരെയും മോശമാക്കാൻ, ആരും ആരെക്കാളും ഉയരത്തിലല്ല. എല്ലാം കാണുന്നവനും എല്ലാവരും ജഡ്ജ് ചെയ്യുന്നവനും പടച്ചവനുണ്ട്. പിന്നെ നിങ്ങൾ ആരാണ് ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യാൻ? അതല്ലാന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആരാണ് ഈ ജഡ്ജ് ചെയ്യാനുള്ളത്? ശരിയാണ്, ഈ നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ കുറച്ച് ആളുകൾ മനസ്സിലാക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് കമൻസ് കൊണ്ടാണ് പല ആളുകളും പ്രശസ്തരാവുന്നത്. അതായത് നെഗറ്റീവ് കമൻസ് വന്നാണ് ഉയരങ്ങളിലേക്ക് എത്തുന്നത്. അതായത് ചാനൽ റീച്ച് വരും, പിന്നെ അതുപോലെ തന്നെ എൻഗേജ്മെന്റ് വരും, അങ്ങനെയാണ് ചാനൽ റീച്ച് ആവുന്നത്. ഇത് മനസ്സിലാകാതെ പൊട്ടന്മാർ വീണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ കോമഡി നമ്മുടെ കുഞ്ഞാമാണിക്കാട് പറഞ്ഞ പോലെ തന്നെ മുസ്ലിംസ് ആണ് ഇതിൽ ഏറ്റവും മുന്നിൽ എന്നുള്ളതാണ്. മറ്റൊരാളെ സന്തോഷിക്കുന്നത്, ഉയരുന്നത് ഒരാൾക്കും കണ്ടുകൂടാന്നുള്ളതോ അസൂയ. അല്ലാതെ എന്താ പറയുക, അവർക്ക് പറ്റാത്തത് വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അസൂയ കൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അസൂയ മറ്റൊരാൾക്ക് വളരാനുള്ളൊരു വളമാണ്. പോരാത്തതിന് നിങ്ങളുടെ അസൂയ നിങ്ങളുടെ നല്ല കാര്യങ്ങളെല്ലാം അവരിലേക്ക് പോവുകയും അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ പൊരുത്തപ്പെടാൻ ഉള്ള കാരണമാവുകയും ചെയ്യും. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയാം. മുസ്ലിംസ് ആയതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ശരിയാണ്, മുസ്ലിംസ് തന്നെയാണ് താഴെ വന്ന് കമൻറ്റ് ചെയ്യും സംഭവങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിതിനെക്കുറിച്ച് എന്താ കൂടുതൽ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും വളരെ മോശപ്പെട്ട സ്വഭാവമാണ് ഇത്. ഞാനൊരു ഇരയാണ്, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.